ദാഹിച്ച് വലഞ്ഞ് കാട്ടിലൂടെ വരികയായിരുന്നു ഒരു കുറുക്കൻ. വല്ലാത്ത ദാഹമുണ്ട്, കുറച്ച് വെള്ളം വേണം. പക്ഷെ എന്ത് ചെയ്യാൻ, എവിടെയും വെള്ളം കാണുന്നില്ല. അങ്ങനെ ഒരുപാട് അലഞ്ഞുകൊണ്ട് അവസാനം ഒരു കിണറിന്റെ വക്കിലേക്ക് ഈ കുറുക്കൻ എത്തി. കിണറിൽ നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളം കണ്ടു. അങ്ങനെ ചാടി കിണറിലേക്ക് ഇറങ്ങി. ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചു, വയറൊക്കെ നിറഞ്ഞു, സമാധാനമായി എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ചുറ്റിനും നോക്കിയപ്പോൾ കിണറിന് പടവുകളില്ല എന്ന് കുറുക്കന് മനസ്സിലായത്. അയ്യോ, ഇനി ഞാൻ എങ്ങനെ മുകളിലേക്ക് കയറും എന്ന് വാവിട്ടിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കരയിൽ ഒരു ആട്ടിൻകുട്ടി വന്നു. ആട്ടിൻകുട്ടിയും ഇതുപോലെ തന്നെ വെള്ളം അന്വേഷിച്ച് ദാഹിച്ചു വലഞ്ഞു വന്നതായിരുന്നു. അങ്ങനെ കിണറിലേക്ക് നോക്കിയപ്പോൾ വെള്ളം കണ്ടു, കൂട്ടത്തിൽ ഒരു കുറുക്കനെയും കണ്ടു. ആട്ടിൻകുട്ടി കുറുക്കനോട് ചോദിച്ചു, അല്ലയോ കുറുക്ക, കിണറിലുള്ള വെള്ളം എന്തുണ്ട്, കുടിക്കാൻ കൊള്ളാവോ, ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുറുക്കൻ പെട്ടെന്ന് ആലോചിച്ചത് എങ്ങനെ മുകളിലേക്ക് കയറാം എന്നുള്ളതായിരുന്നു. കുറുക്കൻ പറഞ്ഞു, ഓ, നല്ല വെള്ളാണ്, ഞാൻ ഇന്നേവരെ കണ്ടതിൽ ഇന്നേവരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാദിഷ്ടമായ വെള്ളാണിത്, നീങ്ങിറങ്ങി പോര് എന്ന് പറഞ്ഞു. ആട്ടിൻകുട്ടി ഇത് കേട്ട ഉടനെ ചാടി അങ്ങ് കിണറ്റിലേക്ക് ഇറങ്ങി. ആട്ടിൻകുട്ടി കിണറ്റിലേക്ക് ഇറങ്ങിയതും കുറുക്കൻ ആട്ടിൻകുട്ടിയുടെ മുതുകിൽ ചവിട്ടി പെട്ടെന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു. ആട്ടിൻകുട്ടി ഇതെന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ആകെ പരിഭ്രാന്തിയിലൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറുക്കൻ താഴോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആട്ടിൻകുട്ടി പറഞ്ഞു, കിണറിന് പടവുകളില്ല അല്ലേ, അപ്പൊ ഞാനിനി എങ്ങനെ തിരിച്ചു കയറും? നിനക്ക് എന്നെ സഹായിക്കാമായിരുന്നു, എന്നോട് പറയാമായിരുന്നു കിണറിന് പടവുകളില്ല, തിരിച്ച് കയറാൻ സാധിക്കുകയില്ല എന്ന് നിനക്ക് എന്നോട് പറയാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാൻ ഒരുപാട് നേരമായി കിണറിൽ ഇങ്ങനെ കിടക്കുകയാണ്, എങ്ങനെ മുകളിലേക്ക് കയറും എന്നുള്ള രീതിയിൽ. അപ്പൊ നീ വന്നു, നീ താഴേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു വഴിയായി. എന്റെ കാര്യം കഴിഞ്ഞു, ഇനി ഞാൻ എന്തിന് നിന്റെ കാര്യം നോക്കണം, എന്നാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുറുക്കൻ മുന്നോട്ടേക്ക് പോയി. സുഹൃത്തുക്കളെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പലരുടെയും സാഹചര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നമ്മളെ പല ചതിക്കുഴികളിലും വീഴ്ത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകാറുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കൃത്യമായി അതിൻ്റെ വരും വരായികകളൊക്കെ ആലോചിച്ചുകൊണ്ട് കൃത്യമായ നല്ലൊരു തീരുമാനം കൈക്കൊള്ളുക, നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. സന്തോഷത്തോടെ, താങ്ക് യു.